നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്തൂർ അടക്കമുള്ള ഉറച്ച കോട്ടയിൽ സിപിഎമ്മിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് വലിയ തിരിച്ചടിയാണ്. കുറുമാത്തൂർ, പരിയാരം എന്നീ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ UDF ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷമാണ് നേടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറച്ച ഇടതുകോട്ടകൾ പോലും ഇത്തവണ കുലുങ്ങി. ആന്തൂർ അടക്കമുള്ള ശക്തമായ കേന്ദ്രങ്ങളിൽ CPM പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നേരിട്ടത്. കുറുമാത്തൂർ, പരിയാരം പോലുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ UDF വ്യക്തമായ ഭൂരിപക്ഷം നേടി. പരിയാരം പഞ്ചായത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3734 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFനെ മറികടന്ന ഇത്തവണ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ 1785 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. കുറുമാത്തൂരിലും സമാനമായ ചിത്രം. മുൻപ് LDFന് 2435 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ UDF 2545 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷം നേടി. ആന്തൂർ നഗരസഭയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12,000-ലധികം വോട്ടിന്റെ മുന്നേറ്റം ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ അത് 8,344 ചുരുങ്ങി. മയ്യിൽ പഞ്ചായത്തിൽ LDFന്റെ നില കൂടുതൽ ക്ഷീണിച്ചു. ഭൂരിപക്ഷം വെറും 99 വോട്ടിലേക്ക് ചുരുങ്ങി. കൊളച്ചേരി, ചപ്പാരപ്പടവ്, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ UDF ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ 70,000-ഓളം വോട്ടാണ് UDFന് ലഭിച്ചതെങ്കിൽ ഇത്തവണ വോട്ടുകൾ ഗണ്യമായി ഉയർന്ന 91,339 ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.